CPM സംസ്ഥാന സമ്മേളന സമാപനത്തോടൊപ്പം ചേർത്ത് വായിക്കപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് ഒഴിവാക്കപ്പെട്ടുവെങ്കിലും FB പോസ്റ്റിനേക്കാൾ കടുപ്പിച്ചാണ് പത്മകുമാറിന്റെ നേരിട്ടുള്ള പ്രതികരണം. സംഘടനാ രംഗത്തൊരു കാര്യവും ചെയ്യാത്ത വീണ ജോർജ് അവർ ഇവിടെ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയി കണ്ടുപിടിച്ചു കൊണ്ടുവന്നതാണ്. അങ്ങനെ ഒരാൾ 2 പ്രാവശ്യം MLA ആവുന്നു, പെട്ടെന്ന് തന്നെ മന്ത്രിയാവുന്നു. അവർക്ക് കഴിവുള്ള സ്ത്രീയാണ്, കഴിവില്ലാന്നോ അല്ലെങ്കിൽ ഒന്നും. പക്ഷേ അവരെ പോലൊരാളിനെ സ്റ്റേറ്റ് കമ്മിറ്റിയിലെടുക്കുമ്പോൾ പാർലമെൻ്ററി രംഗത്തെ പ്രവർത്തനം മാത്രം നോക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ പോലൊരു പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി പോലെ ഉന്നതമായൊരു ഘടകത്തിൽ വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒട്ടേറെ ആളുകൾക്ക് അതിന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതിൽ ഞാൻ തുറന്നു പറയേണ്ട ഒരാളെങ്കിലും വേണമല്ലോ, അതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞതേ ഉള്ളൂ. വീണ ജോർജ് ആറന്മുളയിൽ ആദ്യം സ്ഥാനാർത്ഥിയായതു മുതൽ പാർട്ടിക്കുള്ളിൽ ഉറഞ്ഞുകൂടിയ എതിർപ്പുകളാണ് പത്മകുമാറിന്റെ പ്രതികരണത്തിലൂടെ പുറത്തുവരുന്നത്. 2ാം തവണയും വിജയിച്ചതോടെ മന്ത്രിസ്ഥാനം, ജില്ലാ കമ്മിറ്റിയിലെത്തി 3ാം വർഷം സംസ്ഥാന സമിതിയിലേക്ക്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ വിമർശിക്കുന്ന പത്മകുമാർ ഫലത്തിൽ CPM സംസ്ഥാന നേതൃയോഗ തീരുമാനത്തെയാണ് തള്ളിക്കളയുന്നത്. നടപടി വരും എന്നിരുന്നാലും ആരെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുറന്നു പറയേണ്ടേ എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്.